കച്ചവടം നല്ലോണം പോകണമെന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനത്തിന് നമുക്ക് 10 രൂപ കൂടുതൽ കിട്ടാതെ നമ്മൾ കൊടുക്കില്ല. അവർ വച്ചിട്ട് പോയാലും വീണ്ടും നമ്മൾ അടുത്തുകൂടെ തന്നെ പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകും. പിന്നെ നിറയെ ആൾക്കാരോ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ചായക്ക് അതൊന്നും കൊണ്ട് പൈസയൊക്കെ തന്നിട്ടൊക്കെ നമുക്ക് പോകും. എല്ലാ വർഷവും ഇവിടെ തന്നെ? എല്ലാ വർഷവും ഇവിടെ തന്നെ. എനിക്ക് മോക്ക് വിൽക്കാൻ വന്നിരിക്കുന്നതാണ്. കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തീരുമോ? തീരും മോനെ, നാളത്തെ കൂടെ എല്ലാം തീരും. പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല ഇടുന്നുണ്ട്. കൊച്ചുമോൾ ഇടും പൊങ്കാല. പൊങ്കാല എങ്ങനെ ഉണ്ടാവും ഇപ്രാവശ്യം? തിരക്കുണ്ടോ? തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്. എല്ലാ വർഷത്തിനും കൂടെ ഇന്ന് കൂട്ടും. നമ്മളെ സാധനങ്ങൾ നല്ല വിൽപ്പന ഉണ്ട്. തിരക്കുണ്ട്. സാധനങ്ങളൊക്കെ ഉണ്ടോ? സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടുവന്നൊക്കെ തീർന്നോ? കൊണ്ടുവന്ന മോഡൽസ് ഒക്കെ തീർന്നു. ഇനി കലങ്ങൾ നാളെ ഇപ്പൊ കലമായിരിക്കും കൂടുതലൊക്കെ. നാളെ കലമാണ്. ബാക്കി എന്തൊക്കെയായിരുന്നു സാധനങ്ങൾ? എല്ലാ മോഡൽസുകളും ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു, കംപ്ലീറ്റ് തീർന്നു. ഇനി കലങ്ങൾ കുറച്ച് കെട്ടിയുള്ളൂ. ഭയങ്കര വില കൂടുതലാണ് ഇപ്പൊ. ഇതിന് 100 രൂപയാണ് ചോദിച്ചത്. കലമൊക്കെ സാധാരണ നമുക്ക് കിട്ടുന്നതിനൊക്കെ വില കൂടുതലാണ് ഈ പ്രാവശ്യം. എല്ലാം വില കൂടുതലാണ്. അത് പൊതുവെ എല്ലാത്തിനും വില കൂടുതലാണ്. വില കൂടുതലാണ്. ആറ്റുകാൽ പൊങ്കാല ആകുമ്പോൾ പിന്നെ എന്തായാലും വാങ്ങിക്കണം. പിന്നെ വാങ്ങിച്ചേ തീരുള്ളൂ. ആറ്റിലമ്മയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാം വാങ്ങിച്ചേ തീരുള്ളൂ. എവിടെയാണ് പൊങ്കാല ഇടുന്നത്? വീട്ടിലാണ്. എൻ്റെ വീട്ടിലാണ്. ആയതുകൊണ്ടാണ് സ്പെഷ്യൽ കച്ചവടമാണോ? എല്ലാം വിറ്റ് പോണുണ്ടോ? കുഴപ്പമില്ല. അത് 2 എണ്ണം 10 രൂപയ്ക്ക് കൊടുക്കുന്നത്, അത് 2 എണ്ണം 15 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, ഇതുവരെയും കുഴപ്പമില്ല. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. വേറെ സ്വന്തമായിട്ട് തച്ച് കൊണ്ടുവന്നതാണ്. സ്വന്തമായിട്ട് തച്ചതാണ്. വീട് എവിടെയാ? വെഞ്ഞാറമ്മൂട്. ഇതെന്താ കച്ചവടം? ഇതെന്തിന്റെ കച്ചവടമാ? ഇത് പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പായസം, വെള്ളപ്പൊങ്കാല, മണ്ടക്കുറ്റ്, തെരളിയപ്പം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. അത് ശരി. എല്ലാം കച്ചവടം നടന്നോ? കച്ചവടത്താൽ ഏകദേശം നടന്നു. എനിക്ക് സാധനങ്ങൾ തീർന്നു. ഇനി നാളെ ചാലയപ്പോ എല്ലാം വാങ്ങണം. പൊങ്കാലയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചോ? എങ്ങനെയുണ്ട് ഇപ്രാവശ്യം പൊങ്കാല? ഭയങ്കര തിരക്കാണ്. എല്ലാ വർഷവും ഓരോ വർഷം കഴിയുമ്പോഴും തിരക്ക് കൂടുതൽ. എവിടെയാണ് പൊങ്കാല ഇടുന്നത്? എല്ലാ പ്രാവശ്യവും ഞാൻ കോവിലിൻ്റെ നടയിലാണ് പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകും. ഇപ്രാവശ്യം പിന്നെ കേശവസ്വരം, പത്തം, ആ ഭാഗത്തേക്ക്. കലമൊക്കെ വാങ്ങിച്ചോ? എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. വില എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യത്തും കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഷൂട്ടൊക്കെ എത്രയാണ് വരുന്നത്? ഷൂട്ടൊക്കെ ഒരു കെട്ടിന് 50 രൂപ. ഷൂട്ടൊക്കെ ഒതുക്കും. അത് ലാഭമാണെന്ന് തോന്നുന്നല്ലേ? പൊങ്കാലയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചോ? മേടിച്ചു. എവിടെയാണ് പൊങ്കാല ഇടുന്നത്? പ്ലാമൂട്. സ്ഥലം ഇവിടെ തന്നെയാണോ? എൻ്റെ സ്ഥലം അടൂരാണ്. ഇവിടെ വർക്ക് ചെയ്യാണ്. ഫാമിലിയോടെ ഇവിടെ? ഫാമിലിയായിട്ട്. വേറെ ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടോ? അടൂർ അമ്മ വരുന്നുണ്ട്. ഇന്ന് നിറയെ കിടക്കുകയാണ്. ഇനി വിൽക്കാൻ നിറയെ കിടക്കുകയാണ്. പൊതുപോലും ശ്രദ്ധേയമായിരിക്കുന്നു. സാധനങ്ങളൊക്കെ തീരുന്നുണ്ടോ? തീരുന്നുണ്ട്. കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ കൊണ്ട് തീരുമോ? സന്ദേഹമാറ്റിയല്ലേ ഇരിക്കുന്നു. എങ്ങനെ കച്ചവടം? സാധനമൊക്കെ തീർന്നോ? ഏകദേശം തീരാറായി. ആരുണ്ട് കൂടെ സഹായിക്കാൻ? ഇത് നാളെ കൊണ്ട് തീരുമോ? നാളെ കൊണ്ട് തീരും. എവിടുന്നാ ഇത് കൊണ്ടുവരുന്നേ? സ്ഥലം എവിടെയാ? ഇത് മോനാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ താണേ ചെയ്യുന്നത്? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരു മാസം അടുപ്പിച്ചായി. 1 മാസമായി. നാളെ കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആവും. സ്ഥലം എവിടെയാന്ന് പറഞ്ഞ്? എൻ്റെ ഓച്ചിറ. ഓച്ചിറയിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത്? അല്ല, അമ്മ ഇവിടെ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് ഓച്ചിറ. ഓച്ചിറയാണ്. അവിടെ മറ്റേ ഈ വിളക്കിനൊക്കെ പ്രസിദ്ധമായ സ്ഥലമല്ലേ?
28 ഓണം ആ ശിവരാത്രി 201 കാളയുണ്ട് അവിടെ ആ ഓച്ചിറയ്ക്ക്. കൊച്ചമട്ടി 28 വാടകന്നാകുമ്പോൾ അവിടെ ഭയങ്കര ആരംഭമാണ്. ആ ഇവിടെ ആറ്റുകാല എങ്ങനെയുണ്ട്? ആറ്റുകാലില് അമ്മയ്ക്കത് അമ്മ കണ്ടില്ലേ വാരി തട്ടുന്നത്. ആ അമ്മ നല്ലതുപോലെ അമ്മ നിൽക്കണം. ആ അമ്മ സന്തോഷമായിട്ട് അമ്മ കളിച്ച് നിൽക്കുക തന്നെ. എല്ലാ വർഷത്തേക്കാളും തിരക്കുണ്ടോ? വർഷത്തിനെക്കാട്ടും തിരക്ക് ഇപ്പോഴും. ആ എന്നാലും ഏകദേശമുള്ളവർക്ക് സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എത്ര ആളില്ല. ഇല്ല 2-3 ദിവസവും ഇങ്ങനെ ആളുകളില്ല. ആ ഇപ്പൊ ദാ 3 ദിവസമല്ല 4 ദിവസം കൂടെ അമ്മേരട്ട് ആള് പോവേ എന്നെ ചെയ്യണം. അവർക്ക് അവിടെ നിന്ന് ആഹാരവും കിട്ടണമെന്ന് ഒരുപാട് പുള്ളിക്കാരൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ട്. ഓ. ഞങ്ങൾക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ വന്ന് അമ്മയെ നല്ലതുപോലെ കണ്ട് സന്തോഷമായിട്ട് അവർ കഴിഞ്ഞിട്ട് പോണ്, പ്രസാദവും വാങ്ങിച്ചുകൊണ്ട് പോണ്. പിന്നെ അമ്മേരെ നടയിൽ നിന്ന് അവർക്ക് ചോറും കിട്ടുന്നുണ്ട്, നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കിട്ടാൻ. എന്നാലും അമ്മേരെ നടയിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കൊടുക്കല്ലേ. തൊഴുതായിരുന്നോ ഇപ്പൊ പോയി തൊഴുതായിരുന്നോ? ആ ഞാനിവിടെ വന്നിരുന്നപ്പോൾ 2 ദിവസം പോയി. ഇപ്പോഴും പോകാൻ പറ്റില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതൊക്കെ നാളെ മറ്റന്നാളത്തേക്ക് പാക്ക് ചെയ്യുമോ ഇതെല്ലാം കഴിഞ്ഞിട്ട്? നാളത്തോടെ ഏകദേശം സാധനം കാണില്ല. നാളെ വൈകിട്ട് മറ്റന്നാൾ വെളുക്ക സാധനം ഇല്ല. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ അടുത്ത് പോയി സാധനം എടുക്കണമെന്ന് കൊടുക്കാം. കലം മാത്രമേ ഉള്ളോ? കലം മാത്രമേ, ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു.